വാട്ടർ ടാങ്കിൽ എവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിത് ഇത്രയും ദൂരം ഇവിടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അവിടുത്തെ ചുമരുകളായിട്ടുണ്ട്. ആനയുടെ കാൽപ്പാടായി കാണുന്നത് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആണ് കേട്ടോ. ഓരോ എൻ്റെ കാലൊക്കെ ഇച്ചിരി ഷുവറാവുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു പെര കാണുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ്. ഇന്നലെ രാത്രി നമുക്ക് കറണ്ട് പോയി. പവർ ബാക്കപ്പും നമുക്ക് ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമസ്കാരം ഫ്രണ്ട്സ്, അരുൺ സൈഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകളിപ്പോൾ കുറവാണ്, മോള് സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ. പക്ഷേ ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. എൻ്റെ കോലം കണ്ടാൽ അറിയാം ഇത് ഒരു സ്പെഷ്യൽ യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വേർത്ത് കുളിച്ച് ഇങ്ങനെ തന്നെ ഒരു ഇൻട്രോയിലേക്ക് വന്നേക്കുന്നത്. ഇത് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് വന്നാണ്. ഇവിടെ ഒരു ഹിഡൻ ജെമ്മാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ട് ഞാൻ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടുവാണ്. അപ്പോൾ ഇത് ശരിക്കും കൊടൈക്കനാലിൽ എത്തണ്ട, അതിന് മുന്നേ തന്നെ ഉള്ളൊരു ഫാം സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ കാറിട്ട് നമുക്കൊരു അരമണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്ത് വേണം നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 4 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോകണം. ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ചേട്ടൻ വരും. ആൾക്ക് പറ്റുന്ന ആളെടുക്കും. അല്ലാത്ത സാധനങ്ങൾ നമ്മളിതിങ്ങനെ ഏറ്റിപ്പിടിച്ച് പോകണം. ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ലഗേജസ് ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ഏറ്റിപ്പിടിച്ച് ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ഇൻട്രോ പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും, എനിക്കത് ഉറപ്പുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം അകത്ത് പോയി കാണാം. നന്നായിട്ട് കിതച്ചു തുടങ്ങി. ഇപ്പോൾ തന്നെ ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ടൊരു 15 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. അപ്പോൾ വപ്പുക. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ നടന്ന് തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ കാടിനകത്തൂടെ ഒരു അരമണിക്കൂർ ട്രക്കാണ് നമ്മുടെ ഒരു സ്റ്റേയിലേക്ക് എത്താനായിട്ട് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇത് പെരുമാൾമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് കൊടൈക്കനാൽ എത്തുന്നതിനും ഒരു 40 മിനിറ്റ് മുൻപ് പെരുമാൾമല എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ടേൺ ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത് കേട്ടോ. ഇവിടം വരെ നമുക്ക് നമ്മുടെ കാറ് പോകുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ പോകണം. നമ്മുടെ കൂടെ നമ്മുടെ 5 വയസ്സുകാരി പ്രകൃതിയുണ്ട്. പ്രകൃതി ആദ്യമായിട്ടാണ് ഇങ്ങനെ കാടിനകത്തൊരു ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചെറിയ ടെൻഷൻ ഇല്ലാതെ ഇല്ല കേട്ടോ. പക്ഷേ എന്തായാലും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആളിൻ്റെ കയ്യിലുണ്ടല്ലോ ലഗേജ്. നമുക്ക് എന്തായാലും പോയി കണ്ടു നോക്കാം നമ്മുടെ ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ മുതൽ നമ്മൾ ട്രക്കിങ് തുടങ്ങുകയാണ്. പാറ കുഞ്ഞു പേപ്പാ നടുക്ക് കിടന്നോ അച്ഛനമ്മ നടുക്ക് കിടന്നോ. അപ്പോൾ ഇവിടെ നിന്ന് ട്രക്കിങ് തുടങ്ങുകയാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ 1 o'clock ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രക്ക് ചെയ്യാനായിട്ട്. നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ രാജ അണ്ണ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അവിടെ എത്തിക്കാനായിട്ട്. ബാക്കി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പീഡിൽ പതുക്കെ നടന്നാൽ മതി കേട്ടോ. പതുക്കെ താഴെ നോക്കി നടക്കണേ, താഴെ നോക്കി. സോ എൻ്റെ കയ്യിലൊരു ചാക്കുണ്ട്. ഇത് നമുക്ക് ഫുഡ് ഈ 4 ദിവസം കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളാണ്. പിന്നെ മെറിയുടെ കയ്യിൽ നമ്മുടെ വളരെ അത്യാവശ്യപ്പെട്ട കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളും. പിന്നെ 2 പേരുടെയും ലാപ്ടോപ്പ് ബാഗിനകത്ത് അത്യാവശ്യം ഗാഡ്ജറ്റും അക്സസറീസൊക്കെയാണ് ഉള്ളത്. ഇവിടെ നമുക്കൊരു വീട് കാണാൻ പറ്റും. നല്ല മുഴുത്തൊരു പട്ടിയുണ്ട്. നടന്നു ഇങ്ങോട്ട്. മുഴുത്തൊരു പട്ടിയുടെ ഇത് നോക്കിയാ, വൈറ്റ് കളറിൽ. അത്യാവശ്യം ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. ആന, കാട്ടുപോത്ത്. ഇല്ല മോളെ, അതെ ആന്ന് സാരില്ല. ചെറുതായിട്ട് തട്ടിയത്. എന്നിട്ട് ഓരോ കല്ല് ചവിട്ടി ഇറങ്ങണേ. ഇങ്ങനെ ഞാൻ പിടിക്കണം മോളെ. പതുക്കെ. ഇല്ല പ്രശ്നമില്ല അണ്ണാ.
ஒரு பையன் மட்டும் பிடிச்சிக்கங்க, இந்த பையன் மட்டும் நான் தூக்கிறேன். அப்படியா? ஆ சரி பார்க்கலாம். போங்க. രണ്ട് ബാഗ് വന്നു. ലഗേജ് ഇല്ലാതെ വരുന്നവർക്ക് അതിന് ഭക്ഷണം ബാഗ് പൊട്ടും, ബാഗ് പൊട്ടും. ബുദ്ധംബാഗിനെ മേടിച്ചാലോ? ഞാനതിൻ്റെ തോളത്ത് കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നടന്ന് നോക്കാം. അത് ഓക്കെ അല്ലേ? നടക്കാൻ ഓക്കെ അല്ലേ? വാ, ചുറ്റും മലയാണ് കേട്ടോ. അതൊക്കെ നല്ല ക്ലൈമറ്റ്. അതൊക്കെ നിന്ന് വന്നാൽ മതി. പട്ടിക്കുട്ടനെ കാറ് വെച്ച സാരില്ല സാരില്ല. ഇതിന്റെ കാട് തന്നെ പറയാം കേട്ടോ. ചെറിയ കാടിനകത്തൂടെ, അല്ലെങ്കിൽ രണ്ട് സൈഡും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആള് രാജാണൻ്റെ കൂടെ ഫ്രണ്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഹാപ്പിയാണ്. ഇവിടെ ഇവരുടെ താറെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 4 വീലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടം വരെ എത്താൻ പറ്റുമായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും നമുക്ക് എത്താൻ പറ്റില്ല. ഇവരുടെ ഒരു ചെറിയൊരു കുതിരയുണ്ട്. ഇവരതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ട്രാൻസ്പോർട്ടേഷന്. ഞങ്ങൾ ആക്ച്വലി ഇത്രയും ലഗേജിൻ്റെ കാര്യം ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുതിര കൊണ്ടുവന്നേനെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും വലിയ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പതുക്കെ മോളെ താഴെ നോക്കി പതുക്കെ. ശരിക്കും പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി പോവുകയാണ് അല്ലേ പ്രകൃതി? അവളുടെ കാലിൽ കുഞ്ഞു കുഞ്ഞ് വടികൾ തട്ടുന്നുണ്ട്. അതിനൊക്കെ മാറ്റിക്കണം. കുഞ്ഞപ്പം ഇങ്ങനെ മാറ്റിത്തരാം. ഇങ്ങനെയൊക്കെ മാറ്റി 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 പോവാം. പയ്യെ പയ്യെ താഴെ നോക്കി താഴെ നോക്കി താഴെ നോക്കി മാത്രം നടക്കണേ. கரண்ட் இருக்கு அதில்? இன்னும் எவ்வளோ தூரம் இருக்கு? வந்தாச்சா? പാതി ദൂരം വന്നാച്ചാ? എപ്പോഴും ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് എത്ര ദൂരം എത്തി നയിക്കുമ്പോൾ ആൾമോസ്റ്റ് ആയെന്ന് പറയും. ചോദിച്ച ചോദിച്ച 10 ദൂരം നമ്മൾ എത്തിയിട്ടുണ്ടാവും. ചവിട്ടിക്കോ, അങ്ങനെ താഴെ ഇറങ്ങിക്കോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ സാധനം വെക്കുവാണ്. എന്നിട്ട് ഇവരൊന്ന് താഴേക്ക് ഇറക്കി വിട്ടിട്ട് തിരിച്ചു വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ കുറച്ച് ടഫാണ് റോഡ്. ആ ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു വഴിയാണ് കേട്ടോ. ഇതിലിങ്ങനെ വന്ന് അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് പാറുവിനെ. കുറച്ച് അഡ്വഞ്ചറസ് ആണ് കേട്ടോ. രസമാണ്. കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ലഗേജ് എത്രയും കുറയ്ക്കുന്നോ നിങ്ങൾക്ക് അത്രയും സുഖമായിട്ട് വരാം കേട്ടോ. ആ രാജമാമൻ്റെ കൈ പിടിച്ചോ. എന്നാ വാങ്ങാൻ ആ കൂട്ടുകാരൻ വാങ്ങാം. നമുക്ക് ഭയമായിരിക്കും. അതെ അതെ അതെ, അന്ന് അതാണ് കുഞ്ഞാപ്പിയുടെ ആദ്യത്തെ ട്രക്കിങ്. അതിരപ്പള്ളിയിലൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കാം. എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ആയിട്ടില്ല. നമുക്ക് വീണ്ടും എടുത്തോളത്ത് കയറ്റാം.
അങ്ങനെ കുറച്ച് ഇറക്കമുണ്ട്. എൻ്റെ കാലൊക്കെ ഇച്ചിരി ഷിവറാവുന്നുണ്ട് കേട്ടോ. വെയിറ്റും കൂടി എടുത്തിട്ടേ. ആ ഇല്ല, കുറച്ച് നേരം റെസ്റ്റ്, എന്നിട്ടുള്ള റെസ്റ്റ്. എന്നിട്ട് എങ്ങനെയുണ്ട് നിനക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പറ്റി. ആ അടുത്ത ട്രിപ്പിന് വരുമ്പോ നിങ്ങൾ ഇത്ര സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. നിങ്ങൾ കുറച്ച് സാധനം മാത്രം എടുത്തിട്ട് വന്നാൽ മതി. എല്ലാം പെട്ടിയില കുത്തി കയറ്റിയേക്കുന്നത്. അതാണ് പെടുത്തി വന്നേക്കുന്നത്. ഫുഡ് കഴിക്കണ്ട 4 ദിവസത്തിന്. നിനക്കുള്ളത് തന്നെയാണ് അതിനകത്ത്. ചിക്കനും മുട്ടയും അവളുടെ കളിപ്പാട്ടവും ടോയ്സ്, ബുക്സ്, കളേഴ്സ് തന്നെ ഉണ്ട്. ഒരു 2 കിലോ പെട്ടിയില് ഡ്രസ്. പെട്ടിയില് കുത്തി കയറ്റുണ്ട്. ആ പെട്ടി എടുത്തേക്കുന്നത് രാജനങ്ങൾ എണ്ണ നടക്കണുണ്ടല്ലേ. எல்லாரும் லக்கேஜ் தான் வராங்களா? லக்கேஜ் ஒரு அளவாத்தே வருவாங்க. நாங்க கொஞ்சம் ஜாஸ்தியா கொண்டு வந்துட்டோமோ? அதனால ஒன்றும் இல்லை. நீங்கள் முதலே சொல்லியிருந்தீங்கன்னா குதிரையை ரெடி பண்ணி கொண்டு வந்துருப்பேன். நீ காலையிலேயே ரெடி பண்ணிட்டு எப்படி சேவன் கொண்டு வரலாம். அதனால ஒன்றும் தப்பு இல்லை. இல்லை நாங்களே எடுத்துக்கலாம்னு நினைச்சோம். முடியாது, அது முடியாது. இறக்க முடியாது. ഇനി എന്തിനാ? ഇനി കൊഞ്ചം ദൂരം തന്നെ. கொஞ்சம் தூரம் இல்லை. ഇനി കുതിര ഒന്നും വേണ്ട. 2 திரும்பினா முடிச்சு 2 വളവ് തിരിഞ്ഞായി. 6 தாண்டோன்னு ഓക്കെ പോലാമാ. ഓവർ വെയിറ്റ് അല്ലേ? വൈറ്റിങ് തായോ? ആറ് സൂക്ഷിക്കേ. അവളുടെ പൂപ്പിപ്പട്ടിയാണ് ഹൈലൈറ്റ്. സ്ട്രോങ് ഉണ്ടാവുമോ? ഡിസൈനറിനോ? അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്ക്. എന്താണ് അവള് ചുമ്മാ ഒരു ഇതിട്ടത്, എഫക്റ്റ് ഇട്ടതാ. സ്പീഡിലല്ല, പയ്യെ പോന്നെ. നീ പോകുന്ന സ്പീഡിൽ തന്നെ പോണം. 1:30. നമ്മൾ 30 മിനിറ്റ്സ് ആയി നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. രാജൻ പറഞ്ഞു അവർക്ക് 30 മിനിറ്റ്സ്. അപ്പം നമുക്കൊരു 1 hour ആയിരിക്കും. നമുക്ക് അപ്പം അത്ര എടുക്കുമായിരിക്കും. എനിക്ക് അതാന്ന് തോന്നുന്നു നല്ലത്. കുറച്ച് നടന്ന് സാധനം വെച്ച് തിരിച്ചു വന്ന് അങ്ങനെ ചെയ്താലോ. ഏത് ബ്ലൂ ഇല്ല? അതെന്താണെന്നറിയോ ഏട്ടാ, അത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത മറ്റേ ചിക്കൻ, മുട്ട, വെജിറ്റബിൾസ് എല്ലാം ഏട്ടൻ അതിലോട്ട് ഫില്ല് ചെയ്തു. അതാണ് അതിന് വെയിറ്റ് കൂടിയത്. നല്ല വെയിറ്റ് കൂടിയത്. ട്രക്കിംഗ് സമയത്തല്ലേ ഇതുപോലെ ചരിവുകളുണ്ടാവും. അവിടെ കാല് വെച്ചിട്ട് സൈഡിൽ ഇറങ്ങണം. നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാല് സ്ലിപ്പായി പോകും. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ഇറങ്ങണം. നമ്മൾ തിരിച്ച് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ഇറങ്ങരുത്, കാല് വെച്ച് സ്ലിപ്പായി പോകും. മനസ്സിലായോ? ട്രെക്കിംഗ് സെഷൻ ഇങ്ങനെ സൈഡിൽ ഇറങ്ങണം കേട്ടോ. വെരി ഗുഡ്. നോക്ക്, ആ പൂപ്പീനെ പിടിച്ചേക്കുന്ന നോക്ക്. പാവം പാറു. നമ്മൾ ആൾമോസ്റ്റ് എത്താറായെന്നാണ് പറഞ്ഞത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഭീകര സംഭവങ്ങളൊന്നുമില്ല. കുറച്ചൊക്കെ ട്രക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ലഗേജ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ലഗേജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ വരുന്ന സമയത്തൊന്നും അവരോട് പറയാം ലഗേജ് കൂടുതലുണ്ടെങ്കിൽ അവർ കുതിര കൊണ്ടുവരും. ഞങ്ങളത് പറഞ്ഞില്ല. ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ശരിക്കും. അതെ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ ഗ്രോസറി മേടിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഫുഡൊന്നും എന്തായാലും കിട്ടില്ല, അടുത്ത് ഷോപ്സ് ഒന്നും ഇല്ല. പിന്നെ ഷോപ്പിൽ പോകണമെങ്കിൽ തന്നെ ഇതെല്ലാം തിരിച്ച് ട്രക്ക് ചെയ്ത് കയറിയാലേ പറ്റുള്ളൂ. അപ്പം കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ എന്തായാലും ഗ്രോസറിയും കാര്യങ്ങളും മേടിക്കുമ്പോൾ ലഗേജ് ആകും. ഇറങ്ങിയ കേട്ടോ. ഇതാണ് അവർ പറഞ്ഞു മഴ പെയ്തപ്പം ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട്. ഇനി കോപ്പി വേണോ? നടന്നു ഞാൻ തരാം, ഞാൻ കൊണ്ടുവരാം. നടന്നു. നല്ല രസമുണ്ട്. ഇതിനകത്ത് നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ട് വേണം നമ്മുടെ സ്ഥലത്തെത്താൻ. ഞാൻ ആദ്യം പാറുവിനെ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട്
ആവശ്യമാ? ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. തോന്നുന്നു അവിടെ എന്തോ ഒരു പെര കാണുന്നുണ്ട്, അതാണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് വിഷ്ണു, നമ്മുടെ പ്രോപ്പർട്ടി ഓണർ. വിഷ്ണുവിന്റെ മോനാണ് ലുക്ക. സോ അപ്പോൾ ആ പകുതിക്ക് വെച്ചിട്ട് അവരും വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണുവിൻ്റെ വൈഫും ഇനി ഒരു മോളും ഉണ്ട്, അവർ ഹോം ടൗണിൽ പോയേക്കാം. അപ്പം ഇപ്പം ലൂക്കയും വിഷ്ണു മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു ഹെൽപ്പർ വേണ്ട, രാജേണ്ണനും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ നമ്മുടെ സ്റ്റൈൽ എത്തി കേട്ടോ. സോ വന്നപ്പോൾ തന്നെ കുറച്ച് ചുമരുകളായിട്ടുണ്ട്. പക്ഷെ അറിയില്ല കേട്ടോ ഇത് വന്നിരുന്നാലേ അല്ലേ, അറിയത്തില്ല. ഇത് കടിക്കാൻ നല്ലതെന്ന് പറയും. Luca. And what's his name? Ninet. Minet? Ninet. Ninet. Oh, hi Ninet. Ninet. Hello. Hi, Ninet. You want to cuddle her? Oh, she's scared. ഇതിന് മുകളിലാണ് വിഷ്ണുവും അതേപോലെ അവരുടെ ഫാമിലിയും താമസിക്കുന്നത്. വിഷ്ണുവിൻ്റെ വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഇവിടെയാണ് താമസിക്കുന്ന. കുട്ടികളെല്ലാം ഹോം സ്കൂളിംഗ് ചെയ്യുന്നത് കേട്ടോ. Had your food? Had your lunch? I just ate it. I didn't want to eat. I ate I had watermelon too. Watermelon. I'm having apple. Oh, nice. So, see you. See you, bye. നമ്മൾ പാറിനോട് കളിക്കാൻ വേണ്ടി ഓടുന്നതാണ്. ഏകദേശം ഒരു 6 വർഷത്തോളമായിട്ട് അവരിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് കാപ്പിത്തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരിവിടെ സെറ്റിലാണ്. അതേപോലെ അവക്കാഡോവും ജാക്ക് ഫ്രൂട്ടും അങ്ങനെ ഒത്തിരി കൃഷികളോട് ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ. ഞാൻ അവരോട് സംസാരിച്ചു. ആക്ച്വലി നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതൊക്കെ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റിൽ ചെയ്തിട്ടാണ് അവരിപ്പോൾ പോയത്. You don't have to be worried about it. They don't disturb one, like, you know. As long as she is not roaming around in the night and all that. You can be here anytime. Okay. Yeah, there shouldn't be a problem. Other than elephant? Other than elephant, you have a lot of deers, you have wild boars, and then you have barking deer, you have samba deer, Okay. moose deer. നല്ല ബ്യൂട്ടിഫുൾ ഫാം സ്റ്റേ ആണ് കേട്ടോ. പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല, അത്രയ്ക്ക് മനോഹരമാണ്. നമുക്ക് രാത്രി ചിലപ്പോൾ ആന ഇതിൽ കൂടെ വരുമെന്ന് പറയുന്നു. ലൈക്ക് കപ്പിൾ ഓഫ് ഡേയ്സ് ബിഫോർ നമുക്ക് ഇതിൽ കൂടെ ആന വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് ട്രക്ക് ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തു കേട്ടോ. അതും പാറൂനിയും ലഗേജും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 45 മിനിറ്റ്സ് എടുത്തു. ഒരു പക്ഷേ നിങ്ങൾക്ക് ലഗേജ് കുറവാണ്, നിങ്ങൾ കുറച്ചുകൂടെ അഡൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ വരാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അല്ലെങ്കിൽ കുതിര വരും. സോ കുതിര വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്കൊരു 30-35 മിനിറ്റ്സ് കൊണ്ടൊക്കെ ട്രക്ക് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് വരുമ്പോൾ ഫുൾ ഇറക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് സ്ട്രെയിൻ അറിയാൻ പോകുന്നില്ല. തിരിച്ച് കയറുമ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെ എഫേർട്ട് വേണ്ടി വരിക, കാരണം ഫുള്ള് കയറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് വേണ്ടി വരും. ലൈക്ക് ഒരു 45 മിനിറ്റ്സ് ഉള്ളൊരു 1 hour 15 മിനിറ്റ്സ് ഒക്കെ എടുക്കാം, ഏകദേശം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരത്തെ വിശേഷം കേട്ടോ. സോ ഇറ്റ്സ് അങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഇവിടെ പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി ചേർന്ന് ജീവിക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ മാത്രം വരണം. നമുക്കൊരു ടൂറിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്ന പോലെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അകത്ത് ചെന്ന് നമ്മുടെ വീടൊന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ ചെറുതായിട്ട് ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. റൂമിലോട്ട് പോകാം. ആക്ച്വലി ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇപ്പം ഇല്ല, ബട്ട് പവർ ബാക്കപ്പ് ഉണ്ട്. നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം പവർ ബാക്കപ്പിൽ കിട്ടും. പാറ വന്ന് നമ്മളിവിടെ കളി തുടങ്ങി കേട്ടോ. അവൾക്ക് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ട കിച്ചണിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അത് നമ്മൾ അടുത്ത 4 ദിവസം നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെരുമാൾ മലയിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വരണം.
അവിടെയും പറഞ്ഞ ഒത്തിരി സാധനങ്ങളൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ വേസ്റ്റ് നമ്മൾ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ്, അതേപോലെ തന്നെ ഇവിടെ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇടണം. പ്ലാസ്റ്റിക്സ് നമ്മൾ എത്ര കൊണ്ടുവരുന്നോ അത്രയും നമ്മൾ തിരിച്ച് പോകുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം കുറച്ച് പ്ലാസ്റ്റിക്സ് കൊണ്ടുവരിക. ഞങ്ങൾ അതിനനുസരിച്ച് കുറച്ച് പ്ലാസ്റ്റിക്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ട്. സവോള, തക്കാളി, പൊട്ടറ്റോ, പച്ചമുളക്. ഇതിൻ്റെ സ്വീറ്റ്സ് നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് മേടിച്ച. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുണ്ടായിരുന്നു, ഞാനും പാറും കുറച്ച് കഴിച്ചു. ഇതൊക്കെ പിന്നെ അവിടെ നിന്ന് മേടിച്ച സ്നാക്സാണ്. ഇത് നമ്മൾ മസാല പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പോണ്ടിച്ചേരിയിൽ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി പൗഡേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം. ചപ്പാത്തി ഉണ്ട്. പിന്നെ ഇത് ചപ്പാത്തി അല്ലേ, ചപ്പാത്തി ഫ്രിഡ്ജ് വെച്ചു. ഇത് ചപ്പാത്തിക്കകത്ത് ഞാൻ ഉപ്പിട്ടേക്കുന്നത്, ഉപ്പ് പാക്കറ്റ് പൊട്ടിച്ചതുകൊണ്ട് ഇതിലിട്ടതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടി, പിന്നെ നെയ്യ്, പിക്കിള്, അങ്ങനത്തെ അരി മേടിച്ചു. പിന്നെ ഞാൻ കുറച്ച് ബ്രൂസാഷ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് മയണൈസ് മേടിച്ചു. ഇതൊക്കെ ഇവിടെ ഇരുന്ന കേട്ടോ, പെപ്പറൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ആക്ച്വലി എല്ലാം ഉണ്ട് കേട്ടോ. സ്പൈസസ് എല്ലാം ഇവിടെ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്, എല്ലാ സ്പൈസസ് കാര്യങ്ങൾ. ഇതിൽ ടീ ബാഗ്സ്, കോഫി, ഏതാ സ്വീറ്റ്സ്, ടീ ബാഗ്സ്, ബ്രൂ എല്ലാം ഇതിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷുഗർ ഉണ്ട്. പിന്നെ നമ്മൾ മേടിച്ച കുറച്ച് മറ്റേ സോയ, പയറ്, കടല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ മേടിച്ചു. പിന്നെ എണ്ണ ഒരു പാക്കറ്റ്, 2 പാക്കറ്റ് എടുത്തു എണ്ണ. പിന്നെ മുട്ട, ചിക്കൻ അവിടെയുണ്ട്. ഓൾറെഡി വെള്ളമെല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളം ആക്ച്വലി ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് ഓൾറെഡി എടുത്ത് ചൂടാക്കി തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് വേണം, അവർക്ക് ഡയറക്റ്റ് ടാപ്പിൽ നിന്നാണ് എടുത്ത് കുടിക്കാറ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കുടിക്കാം. ഗ്യാസ് ഒക്കെ ആവശ്യത്തിനുണ്ട്. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇപ്പൊ ഞാൻ പിന്നെ നമ്മൾ കുറച്ച് അല്ലാതെ മേടിച്ചതെല്ലാം ഫ്രിഡ്ജ് വെച്ചു. എന്താ സോസേജ്, നഗറ്റ്സ് അതെല്ലാം ഫ്രിഡ്ജ് വെച്ചു. തൈര്, പാല്, പിന്നെ ഇതെന്ത് വെജിറ്റബിൾസ് ഒക്കെയാ, ദോശ ബാറ്റർ, പാലും അങ്ങനത്തെ മേടിച്ചു. ഓക്കെ, അത്യാവശ്യം. പിന്നെ അവരുടെ ഇതിലും എന്തോ സ്പൈസസ് ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്ക് അത്യാവശ്യം സാധനം മേടിച്ചിട്ട് വരാം. പിന്നെയും നമുക്ക് എന്തെങ്കിലും സർവൈവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഉപ്പടക്കം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും നമ്മളിപ്പം സ്പൈസസ് ഫുൾ മേടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും കുക്ക് ചെയ്യാനുള്ള മറ്റേ മീറ്റും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചാൽ മതി. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, ഓയിൽ എല്ലാം ഉണ്ട്. ഓക്കെ, സോ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇവിടുത്തെ സെറ്റപ്പ് ഉള്ളത്. നമുക്ക് വായിക്കാനായിട്ട് ഒത്തിരി ബുക്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുക്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു നല്ല റീഡിങ് ഹാബിറ്റുള്ളവരാണെങ്കിൽ ഇവിടെ ഗിത്താർ, ഫുൾ ഓപ്പൺ വിൻഡോ ആണ്. കട്ടൻസ് ഒന്നുമില്ല. അല്ല, അത് അടച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പം പ്രാണികൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വിൻഡോ നമുക്ക് തൽക്കാലം അടച്ചിടാം. കാരണം ഇൻസെക്ട്സ് വരാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കംഫർട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നിടാം, അടച്ചിടാം. നമുക്ക് അവിടെ ചാരി ഇരിക്കാം. ഓക്കെ, സോ ഈ 2 സൈഡും കട്ടൻസ് ഉണ്ട്. ബാക്കിൽ ഫുള്ളി ഓപ്പൺ ആണ്. നമുക്ക് ഫാൻ, AC അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, സോ അങ്ങനെയുള്ള യാതൊരു ലക്ഷറിയും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ട. നമുക്കിവിടെ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട്. ഓക്കെ, 2 സൈഡ് വർക്കിംഗ് ടേബിൾ ഉണ്ട്. പക്ഷേ ഒരു AC-യുടെയോ ഫാനിൻ്റെയോ ഒരു ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. നല്ല തണുത്ത വെതറാണ്. ഓക്കെ, സോ ഇതാണ് ബാത്റൂം. നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് വൈഫൈ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പാറു സ്റ്റേ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നടന്ന് ട്രക്ക് ചെയ്ത് തന്നത് എങ്ങനെയുണ്ടായിരുന്നു? ട്രക്ക് ചെയ്ത് തന്നത് ഡൗൺ ആണോ? And I'm just vlogging here. I have a YouTube channel and I'm vlogging here. Is it okay for you to record your video? Can you see how many different ways?
How many difference? Spot the 5 difference. You guess it. 5. ഇപ്പൊ സമയം ഏകദേശം 3:15 കേട്ടോ. ഞങ്ങള് ഒരു ലൈറ്റ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. നഗറ്റ്സ് ഫ്രൈ ചെയ്തു. ഇത് നമുക്ക് ബ്രെഡും സോസ് ചെയ്തു. Nuggets. What is this? This is chicken nuggets. Chicken? Yeah, inside it's chicken filling. Around is what? Around it's a bread coating. Like bread. it's a crispy coating. What bread? They're not bread like that. Sauce. That's sauce on top. It's a bread actually. The filling is chicken and the coating is bread. Bread? Yeah, and then we deep fry it. You like it? Have it. You want bread? No. You don't have that. You have only that flat one, the white one. Yeah, Yes. right flat one. I have my mom's bread. She makes nice bread. Oh, It's inside it's chili flakes. Chili, I don't red like chili. chili. You don't like chili, but it's not spicy, right? Yeah, it's not spicy, but You like cheese? Huh? You like cheese? Yeah, chicken, cheese, and chili flakes is there. இல்ல ஒரு அடைஞ்சல சரி நம்ம வீடு அங்கே இருக்கு. இப்படி முன்னாடி போணுமா? Let the porch light burn uneven. Let the shadows play. Yeah, the porch light burn uneven. Keep the night from drifting away. സോ ഗൈസ്, രാത്രി നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ പെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് കറണ്ട് പോയി. പവർ ബാക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പവർ ബാക്കപ്പ് നമുക്ക് ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ വെതർ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 ഡിഗ്രിക്ക് താഴേക്ക് ആയിരിക്കണം. കാരണം വെതർ നോക്കാൻ പോലും നമുക്കിപ്പോൾ നെറ്റില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആറും നല്ല ഇതിനകത്ത് എൻഗേജ്ഡ് ആയിരുന്നു. രാത്രി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് കുറേ സൗണ്ടുകൾ കേൾക്കാം കേട്ടോ. ലൈക്ക് മയിൽ കരയുന്നതായിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. മയിലിൻ്റെ സൗണ്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ കുറേ ലൈക്ക് മൃഗങ്ങളുടെ സൗണ്ട്, കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അനിമൽസിൻ്റെ സൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അലാറം അടിക്കുന്ന പോലെ ഫുള്ള് കിളികളുടെ കരച്ചിലും പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇന്ന് ഉണർന്നത് കേട്ടോ. നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന ചിക്കൻ ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചീത്തയായി കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെയുള്ള പട്ടികൾക്ക് കൊടുത്തേ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് വേണം നമുക്കിനി ബാക്കിയുള്ള 3 ദിവസവും ഇവിടെ കഴിഞ്ഞ് വിടാൻ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മുട്ടയുണ്ട്, പിന്നെ അരിയും തൈരും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇന്നലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചീത്തയായിട്ടില്ല. അപ്പോൾ അത് ഇന്നത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. സോ അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കറണ്ടൊന്നും ഇല്ല, നെറ്റ്വർക്കും ഇല്ല, വൈഫൈയും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇറങ്ങി ചാടിപ്പോയി. ഒന്നും കൊടുത്ത കഴിക്കുന്നില്ല. കുത്തി കഴിഞ്ഞു. ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്തു, പക്ഷേ പൂച്ചയൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്ന ചിക്കൻ ചീത്തയായി, അത് ഫുള്ള് പട്ടികൾക്ക് കൊടുത്തു. സോസേജ് നഗറ്റ്സ് എല്ലാം ചീത്തയായി. ഫ്രിഡ്ജിന് കറണ്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ കഴിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളിലൊരു 40% നമ്മൾ
കളഞ്ഞ് ഇനി ബാക്കിയുള്ള 60% നമുക്ക് ഇനി 3 ദിവസം ഉണ്ട് ഞങ്ങൾക്ക് കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി. ഇതാണ് വിഷ്ണു താമസിക്കുന്ന വീട് കേട്ടോ. നമ്മളിങ്ങനെ താഴെ താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ വഴി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വിഷ്ണു ഫാമിലി താമസിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ശരിക്കും കാടാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ആനയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആനയുടെ കാൽപ്പാടാണ് കാണുന്നത്. ആനയുടെ കാൽപ്പാടായി കാണുന്നത് കേട്ടോ. ഇതിലൂടെ അങ്ങ് ഇറങ്ങി ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ അതൊക്കെ ഇറങ്ങി നടന്നു പോയിട്ടുണ്ട്. ഈ കാണുന്ന വാട്ടർ ടാങ്കിൽ എവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിത് ഇത്രയും ദൂരം ഇവിടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അഞ്ഞൂറാൻ മന്ദേ വാലിയുടെ നടുവിൽ വിഷ്ണുവും ഹെലനും അവരുടെ 2 മക്കളും പ്രകൃതിയോടൊപ്പം ജീവിച്ചാണ് ഇവരുടെ ഈ കോഫി ജേണി കേട്ടോ. 1100 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ കോഫി ബീൻസ് കൈകൊണ്ട് തന്നെ പിക്ക് ചെയ്ത് അത് സൺ ഡ്രൈ ചെയ്ത് തീയിൽ ട്രഡീഷണലായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇവരിത് പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തുള്ള ഷോപ്സിലും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇവർ കോഫി കൊടുക്കുന്നത്. അതും ഇവർ റോസ്റ്റഡ് കോഫി ബീൻസ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. ആമസോണിലോ മറ്റ് ഇ-കൊമേഴ്സ് സൈറ്റിലോ ഒന്നും ഇവർ ഇപ്പോൾ വിൽക്കുന്നില്ല. കാരണം ഇന്ത്യ മുഴുവൻ ഇവർക്ക് ഓൾറെഡി നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒത്തൻറ്റിക് കോഫി ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറയണമെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു റിയൽ കോഫി തന്നെ കുടിക്കുന്നത്. സോ ഗൈസ്, ഞങ്ങളുടെ ഡേ 2 ആണ്. ഡേ 2 ഡിന്നറാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ചെത്തോ ദോശയും മുട്ടയും പിന്നെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട്. അപ്പം അതും കൂടെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ഡിന്നർ സെറ്റ് ചെയ്യുകയാണ്. പാറുത് ഇവിടെ ഇരുന്ന് ബോർഡ് ഗെയിം കളിക്കുന്നുണ്ട്. മെറി ദോശ ഇടുന്നുണ്ട്. ഓൾ ഗുഡാണ് കേട്ടോ. ആക്ച്വലി ഇന്ന് കറണ്ട് വന്നു വൈകിട്ട്, ഫ്രിഡ്ജെല്ലാം ഓണായി. പക്ഷെ അപ്പോഴേക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ചിക്കനൊക്കെ കുറച്ച് പോയായിരുന്നു കേട്ടോ. പക്ഷേ സ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും പ്രിസർവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ കുഞ്ഞാപ്പി? ഒന്നും പറയാനില്ലേ? എന്ത് ലൈക്ക് ആണെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ എന്താ ചെയ്യുന്നെന്ന് പറ. ലൈക്ക് ചെയ്താൽ മതി. പിന്നെ അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഹാപ്പിയാ. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്ത് പാറിന് ഹാപ്പി ആക്കണം കേട്ടോ. പട്ടിക്കൊരു പേരിട്ടല്ലോ നമുക്ക്. മോട്ടോ? ഇത്രയും വീട്ടിൽ വിളിക്കുന്നത് പട്ലു. ഇവിടെ ഞങ്ങള് വന്നപ്പോ മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. രാത്രി മൊത്തം നമുക്ക് കാവലുമാണ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതെ, നമ്മൾ എങ്ങോട്ടൊക്കെ പോകുമ്പോ നമ്മുടെ കൂടെ വരും, നമ്മൾ നോക്കി. എന്നെ ചോട്ടിക്ക, കുഴപ്പമൊന്നുമില്ല.
ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ വരുന്ന ഒരു അരുവിയാണ് കേട്ടോ. ആക്ച്വലി നമ്മളിത് ക്രോസ് ചെയ്തിട്ടാണ് പോയത്. നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്നു പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഴ ഇവിടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് വെള്ളത്തില്. ഞാൻ ഇന്നേക്ക് നടന്നു നോക്കിയതാ. അങ്ങനെ താഴെ വെച്ച കാല വെച്ച നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡേ 4 എത്തി കേട്ടോ. സേ ഹായ്. Porch light flicker on the siding. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലൂക്ക ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി മാറി. ഞങ്ങളുടെ ഡേ 4 ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ദോശ, ചപ്പാത്തി, എഗ് സ്ക്രാമ്പിൾ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ലൂക്കയുണ്ട് കേട്ടോ. ശരിക്കും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു, അതേപോലെ മറക്കാനാകാത്തൊരു അനുഭവമായിരുന്നു ഈ ഒരു യാത്ര. Walking next to the pony, you have to be very careful. They can even break your feet like if they step on it. Come to set. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് മനസ്സിലൊരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറയാൻ തയ്യാറാകാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും വിഷ്ണുവും ലോക്കയും എല്ലാം മനസ്സിൽ ഒരുപാട് നാൾ കൂടെ ഉണ്ടാവും കേട്ടോ. ചില യാത്രകൾ അവസാനിച്ചാലും അതിൻ്റെ ഫീല് നമ്മളോടൊപ്പം തുടരുമല്ലോ. ഇതും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ ചെയ്ത് കംപ്ലീറ്റ് ആയി കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. അപ്പോൾ തിരിച്ച് നല്ല നമുക്ക് സ്റ്റീപ്പ് ആയതുകൊണ്ടല്ല, കയറ്റം ആയതുകൊണ്ട് നമുക്ക് ഈ പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കുതിരയുടെ ഹെൽപ്പ് എടുക്കുകയാണ്. ഇല്ല இதெல்லாம் இல்ல ஒண்ணு weight. They carry some like 120 kilos, 30 kilos. Okay, bye. Okay, bye Luca. Bye. Mary's crying. മെറിക്ക് ഭയങ്കര വിഷമമായി ഇവിടുന്ന് പോകുന്ന കേട്ടോ. She's crying. ഞാൻ ലോക്കേനെ മിസ് ചെയ്യും. As always I said play carefully. Big wild boy. ആരു ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ല. വിഷമാണോ? ബായ്. പാറുവിന് കുറച്ച് ക്ഷീണം തോന്നി, ഇനി കുറച്ച് നേരം ഞാൻ എടുത്തു. ഇപ്പോൾ പാറു വീണ്ടും നടക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് കേട്ടോ. നമുക്ക് എന്തായാലും 1 മണിക്കൂറിനടുത്ത് സമയം എടുക്കും. ബാ, ഒന്ന് ഉറുമ്പിൻ്റെ പുറ്റ. ബാ, ആ ഉറുമ്പിൻ്റെ വീട്. ശരിക്കും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. നമ്മളും വിഷ്ണുവൊക്കെ ആയിട്ട് നല്ലൊരു ഫാമിലി വൈബൊക്കെ ആയതാണ്. തിരിച്ചു വരുമ്പോൾ രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ.
പാറു നല്ല കൂട്ടായതാണ് ലുക്കായിട്ട്. പക്ഷെ യാത്രകൾ അങ്ങനെയാണല്ലോ, നമുക്ക് ബായ് പറഞ്ഞേ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ആ UKG-ന്റെ ലീവിന് ഒന്നും കൂടി ഇവിടെ വരുമോ? വരാമല്ലോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ലീവിനും വേണം, വരാം. തേർഡ് സ്റ്റാൻഡേർഡിലും വേണം. എനിക്ക് എക്സാം. ബാ കൈതാ. ആ ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. എൻ്റെ വീല് എങ്ങനെയുണ്ട് മറി? അടിപൊളി. മോൻ ഭയങ്കര വെയിലാ, വെയിലുണ്ടെന്ന് തിരിയാൻ മേല. കുറച്ച് ടയർഡായി. പക്ഷേ ആൾമോസ്റ്റ് ഞങ്ങളൊരു പകുതി ദൂരം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ആൾമോസ്റ്റ് റോഡ് എത്തി കേട്ടോ. എക്സാക്ട്ലി 30 മിനിറ്റ്സ് ഞങ്ങൾ എടുത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചാലും പെട്ടെന്ന് എത്തി. കാരണം പോകുമ്പോൾ ഒത്തിരി ലഗേജ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ 45 മിനിറ്റ്സ് എടുത്തു കേട്ടോ. പക്ഷേ വരുമ്പോൾ കയറ്റമായിട്ട് ഞങ്ങൾ 30 മിനിറ്റ്സിൽ ഇവിടെ എത്തി. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 90% അല്ലെങ്കിൽ 95% പാറു ഒറ്റയ്ക്ക് നടന്നു കേട്ടോ. അപ്പോൾ പാറുവിന് മാനേജ് ചെയ്യാവുന്ന അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കാറ്, രാജനണ്ണൻ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ റോഡ് കണ്ടു ആഫ്റ്റർ 4 ഡേയ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ധൈര്യമായിട്ട് വന്ന് നല്ലതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.